ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. ഇതൊരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആണ്. 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള സ്റ്റോറിയാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ബൈ റസ്കിൻ ബോണ്ട്. അപ്പോൾ ഈ കഥ എന്താണ് എന്നുള്ളത് ഒന്ന് ഓടിച്ചു പറയാം. അപ്പം ദ സ്റ്റോറി ഈസ് അബൌട്ട് ദി സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ എ ഗ്രാൻഡ് മദർ ആൻഡ് ഹെർ ഗ്രാൻഡ് സൺ മണി. അപ്പം മുത്തശ്ശിയും അവളുടെ കൊച്ചുമകനായ മണിയും തമ്മിലുള്ള ശക്തമായ സ്നേഹബന്ധമാണ് ഈ കഥ പറയുന്നത്. മണി ഇസ് എ ഗ്രാൻഡ് സൺ who set out on a long walk from their village to Mussoorie for Granny to get her eyes tested. അപ്പം മുത്തശ്ശിയുടെ കണ്ണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർ വില്ലേജിൽ നിന്ന് മസൂരിയിലേക്ക് പോകുന്ന കഥയാണിത്. പിന്നെ ആദ്യം പറയുന്നത് ഒരു ഡിസിഷനാണ്. അവരൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്രാനിക്ക് കണ്ണ് കാണാതെ ആയിട്ട് കുറച്ച് നാളായി. ഗ്രാനി യൂസ് ചെയ്യുന്ന അതേ കണ്ണട തന്നെയാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ ഒരു കണ്ണട മാറ്റി പുതിയൊരു കണ്ണട വാങ്ങാനായിട്ട് പോകുന്നതാണ് അവരുടെ ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത്. പഴയ കണ്ണടയിൽ പോറലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വളരെ കുറച്ചേ മുത്തശ്ശിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം മണിയും അവൻ്റെ അച്ഛനും മുത്തശ്ശിക്ക് മസൂരിയിൽ നിന്ന് പുതിയ കണ്ണട വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിച്ചു. അപ്പം മുത്തശ്ശിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു, കാരണം മണിയിൽ നിന്ന് അകന്ന് നിൽക്കാൻ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നുകൊണ്ട്. അപ്പം അവസാനം മണിയുടെ കൂടെ വരാൻ തീരുമാനിച്ചപ്പോൾ മുത്തശ്ശി യാത്രയ്ക്ക് സമ്മതിക്കുകയാണ്. മണി കൂടെ വരാൻ തീരുമാനിച്ചപ്പോഴാണ് മുത്തശ്ശി യാത്രയ്ക്ക് സമ്മതിക്കുന്നത്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുള്ള ഒരു പ്രഭാതം ആണ് ഇവർ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അവർ കുന്നിറങ്ങി നൈനിലേക്ക് നടക്കുകയാണ്. അപ്പം മണി ബ്ലാക്ക്ബെറി പഴങ്ങൾ പറിച്ചു. അവർ പ്രകൃതിയും മനോഹരമായ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചു. അവർ വിശ്രമിച്ചു, കുറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ എന്താ ചെയ്തത്? ഒരു നീരുറവയിൽ നിന്ന് വെള്ളം കുടിച്ചു. വൈകുന്നേരത്തോടെ അവർ നൈനിലെത്തി. എന്നാൽ അപ്പോഴേക്കും മഴയായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായതിനാൽ മസൂരിയിലേക്കുള്ള ബസ്സിന് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് സംഭവിച്ചത്, നെക്സ്റ്റ് പാർട്ടിൽ സംഭവിക്കുന്ന, അവർ മസൂരിയിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. പിന്നീട് ഗ്രാനിയും കൊച്ചുമകനും കൂടെ മല കയറി കാട്ടിലൂടെ നടന്നു. അവർ രാത്രിയിൽ ഒരു ധർമ്മശാലയിലാണ് താമസിച്ചത്. അടുത്ത ദിവസം അവർ യാത്ര തുടർന്നു. അവസാനം അവർ മസൂരിയിലെത്തി. മുത്തശ്ശിയുടെ കണ്ണ് പരിശോധിക്കുകയും പുതിയ കണ്ണട വാങ്ങിക്കുകയും ചെയ്തു. പിന്നീട് സംഭവിച്ചത്, പുതിയ കണ്ണട ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മുത്തശ്ശിക്ക് എല്ലാം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അവൾ സന്തോഷത്തോടെ മണിയുടെ മുഖം കണ്ടു. മുത്തശ്ശിക്ക് വളരെ സന്തോഷമായി. പിന്നീട് അവർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ വരുന്ന വഴിയിൽ മണി ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടെയും നന്ദിയോടെയും മുത്തശ്ശി ചുറ്റുമുള്ള മനോഹരമായ ലോകം നോക്കി കാണുകയാണ്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഗ്രാനി എങ്ങനത്തെ ആളാണ്? കൈൻഡ് ആണ്, ലവിങ് ആണ്, സ്ട്രോങ് ആൻഡ് ഡിറ്റർമൈൻഡ്. ആ സ്ലൈഡിൻ്റെ താഴേക്ക് നോക്കിക്കോ, ക്യാരക്ടേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മണി എങ്ങനത്തെ ക്യാരക്ടറാണ്? കെയറിങ് ആണ്, സ്നേഹമുള്ള ആളാണ്, കരുതലുള്ള ആളാണ്, ചിയർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ, സന്തോഷവാനായവനാണ്, ഒരു ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്. മണീസ് ഫാദറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ആൻഡ് കെയറിങ്, അതായത് കാര്യബോധമുള്ള ഒരാളാണ്. സ്വന്തം അമ്മയ്ക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ അമ്മയെ മസൂരിയിലേക്ക് വിടാൻ തയ്യാറായ ഒരു മകനാണ്. പിന്നെ ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്രമേയം, മെയിൻ ആശയം ഈ കഥയുടെ എന്താണെന്ന് ചോദിച്ചാൽ, ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ വാം ബോണ്ട് ബിറ്റ്വീൻ ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് സൺ. മുത്തശ്ശിയും കൊച്ചുമകനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കഥ പ്രധാനമായും കാണിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, പിന്നെന്താണ്, പ്രകൃതിയുടെ സൗന്ദര്യവും കഥ എടുത്തു കാണിക്കുന്നുണ്ട്. പിന്നെ ദ ജോയ് ഓഫ് ടുഗദർനെസ്, ഒരുമിച്ചിരിക്കുന്നതിൻ്റെ സന്തോഷവും കഥ കാണിക്കുന്നു. ദ വാല്യൂ ഓഫ് ലവ്, കെയർ ആൻഡ് ഡിറ്റർമിനേഷൻ, സ്നേഹം, കരുതൽ, ഉറച്ച മനസ്സ് എന്നിവയുടെ വിലയും കഥ പഠിപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് എന്തെങ്കിലും ഒരു റൈറ്റപ്പ് എഴുതാൻ വരുവാണെങ്കിൽ ഇതിൻ്റെ തീംസ്, ആ ഒരു തീം പോർഷൻ എഴുതാവുന്നതാണ്. പിന്നെ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ലെസൺ എന്തൊക്കെയാണ്? ലെസൺസ് ഫ്രം ദി സ്റ്റോറി, ലാസ്റ്റ് ഭാഗത്ത് നോക്കിക്കോ. ലവ് ആൻഡ് കെയർ മേക്ക് എനി ജേർണി ബ്യൂട്ടിഫുൾ. സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ ഏത് യാത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനോഹരമാക്കാൻ കഴിയും. ഏജ് ഇസ് നോട്ട് എ ലിമിറ്റ് വെൻ ദി ഹാർട്ട് ഈസ് സ്ട്രോങ്. മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമല്ല. അത് നമുക്ക് ഗ്രാനിയുടെ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായല്ലേ? ബസ് യാത്ര ചെയ്യില്ല, ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പം അവർ നടന്നു പോകാനായിട്ട്, ഇത്രയും പ്രായമായെങ്കിൽ പോലും ഗ്രാനി നടന്നു പോകാനായിട്ടുള്ള ഒരു കരുത്ത് കാണിച്ചു. അപ്പോൾ പ്രായം ഒരു തടസ്സമല്ല എന്ന് നമുക്ക് പറയാം, മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ. സിമ്പിൾ മൊമെന്റ്സ് ഇൻ നേച്ചർ ആൻഡ് വിത്ത് ലവ്ഡ് വൺസ് ബ്രിങ് ദി ഗ്രേറ്റ് ഹാപ്പിനെസ്. പ്രകൃതിയോടൊപ്പവും
പ്രിയപ്പെട്ടവരോടൊപ്പവും ചെലവഴിക്കുന്ന ചെറിയ നിമിഷങ്ങളാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റോറി എന്താണെന്നുള്ള ആദ്യം കൊടുത്തിരിക്കുന്ന ആ ഒരു ദ സ്റ്റോറി ഈസ് അബൌട്ട് ദ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ എ ഗ്രാൻഡ് മദർ ആൻഡ് എ ഗ്രാൻഡ് സൺ, ആ ഒരു സെൻറ്റൻസ് എഴുതാം. പിന്നെ ഇതിലെ തീമും ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ലെസൺസും ഒക്കെ നമുക്ക് എക്സാമിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് നോക്കാം, മണിയുടെയും ഗ്രാനിയുടെയും. അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മണിയുടെ നോക്കാം. മണി ഈസ് എൻ 11-year-old ബോയ്. എത്ര വയസ്സുണ്ട്? മണി 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. ഹി ഈസ് കൈൻഡ്, കെയറിങ് ആൻഡ് ഹെൽപ്ഫുൾ. അവൻ ദയയുള്ളവനും കരുതലുള്ളവനും സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവനുമാണ്. ഹി ലവ്സ് ഹിസ് ഗ്രാനി വെരി മച്ച്. അവന് തൻ്റെ മുത്തശ്ശിയെ വളരെയധികം ഇഷ്ടമാണ്. He enjoys nature and is full of energy. അവൻ പ്രകൃതിയെ ആസ്വദിക്കുകയും വളരെ ഉന്മേഷവാനായിരിക്കുകയും ചെയ്യുന്നു. He looks after Granny during their journey. അപ്പോൾ യാത്രക്കിടെ അവൻ മുത്തശ്ശിയെ നന്നായി നോക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ മണിയുടെ. ഇനി ഗ്രാനിയെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രാനി എങ്ങനത്തെ ആളാണ്? ഗ്രാനി ഈസ് അബൌട്ട് 70 years old. മുത്തശ്ശിക്ക് ഏകദേശം 70 വയസ്സാണ്. Her eyesight is weak, but she is strong and determined. അവളുടെ കാഴ്ചശക്തി കുറവാണ്, എന്നാൽ അവൾ ശക്തിയും ഉറച്ച തീരുമാനമുള്ളവളുമാണ്. She is loving, caring and devoted. അവൾ സ്നേഹമുള്ളവളും കരുതലുള്ളവളും പിന്നെന്താണ്? devoted, അർപ്പണബോധമുള്ള ആളുമാണ്. She looks after money and the household. അവൾ മണിയെയും വീട്ടിലെ കാര്യങ്ങളെയും നന്നായി നോക്കുന്നു. She is confident and does not give up easily. എന്താണ്? ഗ്രാനി എങ്ങനെയാണ്? ഷീ ഈസ് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുള്ള ഒരാളാണ്. എളുപ്പത്തിൽ ശ്രമം ഉപേക്ഷിക്കുന്ന ആളല്ല, ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് ഗ്രാനി. അപ്പം ഇതാണ് ഇവരെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ മെയിനായിട്ട് എഴുതി വെക്കേണ്ട പോയിന്റ്സ് ആണിത് കുട്ടികളെ. അപ്പം നമുക്ക് മണിയുടെ ഡയറി നോക്കാം. അപ്പം നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് ആദ്യം നോക്കൂ. ആദ്യം നിങ്ങൾ ഡേറ്റ് എഴുതണം. ഏതെങ്കിലും ഒരു ഡേറ്റ് വെക്കാം, ഡേ വെക്കാം. നിങ്ങൾക്ക് സ്പെല്ലിങ് തെറ്റിക്കാതെ നോക്കണം നിങ്ങൾ വെക്കുന്ന ഡേയുടെ. പിന്നെ ടൈം നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾ എപ്പോഴും വെക്കുന്ന ടൈം ഒരു PM, വൈകിട്ടത്തെ ഒരു ടൈം ആയിരിക്കണം. പിന്നെ ഡിയർ ഡയറി, പ്രിയപ്പെട്ട ഡയറിക്ക് എന്ന് എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ഡയറി വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചോളുക. ടുഡേ ഗ്രാനി ആൻഡ് ഐ വെന്റ് ടു മസൂരി. ഇന്ന് മുത്തശ്ശിയും ഞാനും മസൂരിയിലേക്ക് പോയി. വി ടുക്ക് എ ബസ് ഫ്രം നെയ്ൻ. ഞങ്ങൾ നെയ്നിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്തു. ദ റോഡ് വാസ് ഹൈ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. റോഡ് ഉയരമുള്ളതും വളരെ മനോഹരവുമായിരുന്നു. വി സോ റിവേഴ്സ്, മൗണ്ടൻസ് ആൻഡ് സ്മോൾ ഹൗസസ്. ഞങ്ങൾ നദികളും മലകളും ചെറിയ വീടുകളും കണ്ടു. സഡൻലി ദ ബസ് സ്റ്റോപ്ഡ്. പെട്ടെന്ന് ബസ് നിന്നു. ദർ വാസ് എ ലാൻഡ് സ്ലൈഡ്. അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി. ബിഗ് സ്റ്റോൺസ് ആൻഡ് മഡ് കെയിം ഡൗൺ. വലിയ കല്ലുകളും മണ്ണും താഴേക്ക് വന്നു. ദ റോഡ് വാസ് ബ്ലോക്ക്ഡ്. റോഡ് അടഞ്ഞു. വി കുഡ് നോട്ട് ഗോ ഫർദർ ബൈ ബസ്. ബസ്സിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. സോ വി ഡിസൈഡഡ് ടു വാക്ക്. അതിനാൽ ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചു. വി വാക്ക്ഡ് എ ലോങ് വേ ത്രൂ ദി ഫോറസ്റ്റ്. ഞങ്ങൾ കാട്ടിലൂടെ വളരെ ദൂരം നടന്നു. വി സ്റ്റേഡ് ഇൻ എ ധർമ്മശാല ഫോർ ദി നൈറ്റ്. ഞങ്ങൾ രാത്രി ഒരു ധർമ്മശാലയിൽ താമസിച്ചു. നെക്സ്റ്റ് ഡേ വി റീച്ച്ഡ് മസൂരി. അടുത്ത ദിവസം ഞങ്ങൾ മസൂരിയിലെത്തി. വി വെന്റ് ടു ദി ഐ ഹോസ്പിറ്റൽ. ഞങ്ങൾ കണ്ണാശുപത്രിയിൽ പോയി. ഗ്രാനി ഗോട്ട് എ പെയർ ഓഫ് ഗ്ലാസസ്. മുത്തശ്ശിക്കൊരു പുതിയ കണ്ണട കിട്ടി. വി വെന്റ് ഷോപ്പിംഗ്. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിങ്ങിനായിട്ട് പോയി. വി ബോട്ട് സീഡ്സ്, ബൾബ്സ് ആൻഡ് എ ബെൽ ഫോർ അവർ വൈറ്റ് കൗ. അപ്പം ഞങ്ങൾ വിത്തുകളും ചെടികളും ബൾബുകളും ഞങ്ങളുടെ വെള്ള പശുവിനായിട്ട് ഒരു മണിയും വാങ്ങി. വി ബോട്ട് എ പുള്ളോവർ ഫോർ പപ്പ ആൻഡ് ഷൂസ് ഫോർ മീ. പപ്പ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫാദർ എന്ന് എഴുതിയാലും മതി. പപ്പയ്ക്കായിട്ട് ഒരു പുള്ളോവറും എനിക്കായിട്ടൊരു ജോഡി ഷൂസും വാങ്ങി. ദെൻ വി ടുക്ക് ദി ബസ് ബാക്ക് ഹോം. പിന്നീട് ഞങ്ങൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങി. ഐ എം വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനാണ്. പിന്നെ യു ആർ ലവിങ് മണി വേണമെങ്കിൽ, അല്ലെങ്കിൽ വിത്ത് ഹാപ്പിനെസ് മണി എന്ന് വേണമെങ്കിൽ എഴുതി എൻഡ് ചെയ്യാം. എനിക്ക് ലാസ്റ്റ് നെയിമും വയ്ക്കാം. ഇനി നമുക്ക് ദ 7 Ages of Man ബൈ വില്യം ഷേക്സ്പിയർ നോക്കാം. അതിനു മുമ്പ് നിങ്ങളിപ്പോൾ മണിയുടെ ഡയറി കണ്ടല്ലോ. അപ്പോൾ മണി ആർക്കെങ്കിലും എഴുതുന്ന ഒരു ലെറ്റർ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഡയറിയിലെ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലെറ്റർ എഴുതാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു പോയട്രിയുടെ ദ 7 Ages of മാനിൻ്റെ അപ്രീസിയേഷൻ നോക്കാം, ആസ്വാദനക്കുറിപ്പ്. അപ്പം ആ ഒരു പോയട്രി ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തും പോകാം. ഓക്കെ, അബൌട്ട് ദി പോം. The 7 Ages of Man is a monologue by Jacques in the play As You Like It, written by William Shakespeare.
അപ്പം വില്യം ഷേക്സ്പിയർ എഴുതിയ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിലെ ജാക്വസ് എന്ന കഥാപാത്രത്തിൻ്റെ ഒരു സംഭാഷണമാണ് ഈ 7 Ages of Man എന്ന് പറയുന്നത്. The poem describes the 7 stages of a man's life in a very simple and beautiful way. മനുഷ്യന്റെ ജീവിതത്തിലെ 7 ഘട്ടങ്ങളെ വളരെ ലളിതവും മനോഹരവുമായ രീതിയിൽ കവിതയിൽ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സമ്മറി, അടുത്ത പാരഗ്രാഫിൽ സമ്മറി നോക്കാം. The poet compares the world to a stage and human beings to actors. അപ്പൊ കവി ലോകത്തെ ഒരു വേദിയോടും മനുഷ്യരെ അഭിനേതാക്കളോടും താരതമ്യം ചെയ്യുന്നു. അപ്പൊ ലോകത്തിനെ ഒരു സ്റ്റേജ് ആയിട്ടും മനുഷ്യന്മാരെ ഒരു ആക്ടേഴ്സ് ആയിട്ടുമാണ് കവി ഇവിടെ കമ്പയർ ചെയ്യുന്നത്. എ മാൻ ഗോസ് ത്രൂ 7 stages in his life. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ 7 ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ഇൻഫന്റ്, ശിശു; സ്കൂൾ ബോയ്, സ്കൂൾ വിദ്യാർത്ഥി; ലവർ, ലവർ എന്ന് പറഞ്ഞാൽ കാമുകൻ; സോൾജിയർ, അതായത് സൈനികൻ; ജസ്റ്റിസ്, ന്യായാധിപൻ; ഓൾഡ് മാൻ, വൃദ്ധൻ; ആൻഡ് ഫൈനലി സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ഒടുവിൽ രണ്ടാമത്തെ ബാല്യത്തിൽ കൂടെയും കടന്നു പോകുന്നു. ഇങ്ങനത്തെ 7 സ്റ്റേജസിനെ പറ്റിയിട്ടാണ് കവിതയിൽ പറയുന്നത്. Each age has its own behavior and appearance. ഓരോ പ്രായത്തിലും അതിൻ്റെതായ സ്വഭാവവും രൂപഭാവവും ഉണ്ട്. ഇനി ഇതിൻ്റെ തീംസ്, പ്രമേയങ്ങൾ, മെയിൻ ഐഡിയ ഈ കവിതയിൽ എന്താന്ന് നോക്കാം. ലൈഫ് ഈസ് എ ജേർണി ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ജീവിതം വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. ടൈം ചേഞ്ചസ് എവറിത്തിങ്. സമയം എല്ലാത്തിനെയും മാറ്റുന്നു. എവറി സ്റ്റേജ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഓരോ ഘട്ടവും പ്രധാനപ്പെട്ടതാണ്. ലൈഫ് ഈസ് ടെമ്പററി ആൻഡ് എൻഡ്സ് ഇൻ ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്. ജീവിതം താൽക്കാലികമാണ്, അത് വാർദ്ധക്യത്തിലും മരണത്തിലും അവസാനിക്കുന്നു. ഇനി ഇതിനകത്തെ പോയറ്റിക് ഡിവൈസസ്, അതായത് കാവ്യഭംഗികൾ എന്തൊക്കെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. മെറ്റഫർ, മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ? രൂപകം, അതായത് ഒന്നിനെ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്, ലൈക്കും ആസും യൂസ് ചെയ്യാതെ. അതായത് ഇത് മറ്റൊന്നിനെ പോലെയാണ് എന്ന് പറയാതെ ഇത് മറ്റൊന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ് ഈ മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പം ലൈഫ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്, അതായത് ജീവിതത്തെ ഒരു വേദിയോടാണ് താരതമ്യം ചെയ്യുന്നത്, ഒരു സ്റ്റേജുമായിട്ടല്ലേ. ജീവിതം ഒരു വേദിയെ പോലെയാണ് എന്നല്ല ഇവിടെ പറയുന്നത്, ജീവിതം ഒരു സ്റ്റേജ് ആണ്, ഒരു വേദിയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഒരു കാര്യത്തെ, ജീവിതത്തെ സ്റ്റേജുമായിട്ട് അവിടെ കമ്പയർ ചെയ്യുകയാണ്, അതുപോലെയാണ് എന്ന് പറയാതെ അതാണ് എന്ന് തന്നെ പറഞ്ഞിട്ട്. ഇനി ഇമേജറി, ഇമേജറി എന്ന് പറഞ്ഞാൽ ചിത്രീകരണം. ക്ലിയർ പിക്ചേഴ്സ് ഓഫ് ഈച്ച് ഏജ് ആർ ഗിവൺ, അതായത് ഓരോ ജീവിതഘട്ടത്തിൻ്റെയും വ്യക്തമായ ചിത്രങ്ങൾ കവി നൽകുന്നു. ഇനി അലിട്രേഷൻ, അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് സൗണ്ട്സ് ആണ്. എന്തിൻ്റെ? കൺസണന്റ് സൗണ്ട്സിൻ്റെ. എക്സാമ്പിൾ സാൻസ്, ടീത്ത്, സാൻസ്, ഐസ്, സ് റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടില്ലേ. അപ്പം അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ശബ്ദങ്ങളുടെ ആവർത്തനമാണ്. ആ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഐറണി എന്ന് പറഞ്ഞാൽ എന്താണ്? വിരോധാഭാസം എന്ന് പറയും. അതായത് ലാസ്റ്റ് സ്റ്റേജ് റിട്ടേൺസ് ടു ചൈൽഡ്ഹുഡ്. അപ്പൊ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മനുഷ്യൻ വീണ്ടും ബാല്യത്തിലേക്ക് മടക്കുന്നു എന്ന് പറയുന്നത് ഒരു ഐറണി അല്ലേ, ഒരു വിരോധാഭാസമല്ലേ. അപ്പൊ അതാണ് ഐറണി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഇനി കൺക്ലൂഷൻ നിങ്ങളൊന്ന് ഉപസംഹരിക്കണം, ഒരു 2 ലൈൻ എഴുതിയിട്ട് 2 സെന്റൻസിൽ. ഷേക്സ്പിയർ ഷോസ് ദാറ്റ് ലൈഫ് ഇസ് ഷോർട്ട് ആൻഡ് വി ഗോ ത്രൂ മെനി ചേഞ്ചസ്. ജീവിതം വളരെ ചെറുതാണെന്നും മനുഷ്യൻ ജീവിതത്തിൽ പല മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്നും ഷേക്സ്പിയർ കാണിക്കുന്നു. വി ഷുഡ് ലീവ് ഈച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് വിസ്ഡം. ജീവിതത്തിലെ ഓരോ ഘട്ടവും സന്തോഷത്തോടെയും വിവേകത്തോടെയും ജീവിക്കണം എന്ന്. അപ്പം നിങ്ങൾ ഈ ഒരു അപ്രീസിയേഷൻ പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പോയറ്റിക് ഡിവൈസസും തീംസും മെയിനായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ 7 സ്റ്റേജസ് പറയുന്നുണ്ട്, ആ 7 സ്റ്റേജസ് ഏതൊക്കെയാണെന്നും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ലെസൺ ആയിട്ടുള്ള ലിറ്റിൽ തിങ്സ് മാറ്റർ നോക്കാം, ബൈ APJ അബ്ദുൽ കലാം. APJ Abdul Kalam shares his childhood experience in Rameshwaram during World War II. അപ്പം 2ാം ലോകമഹായുദ്ധകാലത്ത് രാമേശ്വരത്ത് താൻ അനുഭവിച്ച ബാല്യകാല അനുഭവമാണ് APJ അബ്ദുൽ കലാം പങ്കുവെക്കുന്നത്. ഹിസ് കസിൻ സംഷുദ്ദീൻ ran a newspaper agency and inspired him greatly. അദ്ദേഹത്തിന്റെ ബന്ധുവായ സംഷുദ്ദീൻ ഒരു പത്ര ഏജൻസി നടത്തിയിരുന്നു. അദ്ദേഹം കലാമിനെ വളരെയധികം പ്രചോദിപ്പിച്ചു. When the train stops were removed due to the war, young Kalam took the responsibility of collecting newspaper bundles thrown from a moving train and delivering them. യുദ്ധ കാരണം ട്രെയിനിന്റെ സ്റ്റോപ്പുകൾ നിർത്തലാക്കിയപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയുന്ന പത്രക്കെട്ടുകൾ ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ചെറിയ കലാം ഏറ്റെടുത്തു. He balanced this work with his studies, tuitions and chorus. പഠനം, ട്യൂഷൻ, വീട്ടുജോലികൾ എന്നിവയ്ക്കൊപ്പം അദ്ദേഹം ഈ ജോലിയും ഭംഗിയായി ചെയ്തു. The work taught him discipline, responsibility and
ടൈം മാനേജ്മെന്റ്. ഈ ജോലി അദ്ദേഹത്തെ അച്ചടക്കം, ഉത്തരവാദിത്വബോധം, നിയന്ത്രണ നിയമം എന്നിവ പഠിപ്പിച്ചു. ന്യൂസ് പേപ്പേഴ്സ് കണക്റ്റഡ് ഹിം ടു ദി വേൾഡ് ആൻഡ് ദി ഫ്രീഡം മൂവ്മെന്റ്. അപ്പൊ പത്രങ്ങളിലൂടെ ലോകത്തെയും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവ് ലഭിച്ചു. Kalam's early job at the age of 8 shows how even small responsibilities shape character and build a brighter future. 8ാം ക്ലാസ്സിൽ കലാം ചെയ്ത ഈ ചെറിയ ജോലി പോലും ഒരാളുടെ സ്വഭാവം രൂപപ്പെടുത്താനും നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനും സഹായിക്കുമെന്ന് കാണിക്കുന്നു. ഇനി ഈ കഥയുടെ തീം എന്താണെന്ന് നോക്കാം. അതായത് പ്രമേയം, മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് നോക്കാം. റെസ്പോൺസിബിലിറ്റി, ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ. ഉത്തരവാദിത്വം, കഠിനാധ്വാനം, അർപ്പണബോധം. ഇനി ഇതിന്റെ മെസ്സേജ്, സന്ദേശം. ഈവൻ സ്മോൾ റെസ്പോൺസിബിലിറ്റീസ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ ലൈഫ്. ചെറിയ ഉത്തരവാദിത്വങ്ങൾ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇനി ലൈഫ് ലെസൺ, ജീവിത പാഠം എന്തൊക്കെയാണെന്ന് നോക്കാം. ബി ഡിസിപ്ലിൻഡ്, പോസിറ്റീവ് ആൻഡ് കമ്മിറ്റഡ് ടു യുവർ ഡ്യൂട്ടീസ്. അച്ചടക്കമുള്ളവരും ശുഭാപ്തി വിശ്വാസമുള്ളവരും നമ്മുടെ കടമകളോട് പ്രതിബദ്ധതയുള്ളവരുമായിരിക്കണം എന്നതാണ്. എന്താണ്? ബി ഡിസിപ്ലിൻഡ്, പോസിറ്റീവ് ആൻഡ് കമ്മിറ്റഡ് ടു യുവർ ഡ്യൂട്ടീസ്. ഇനി കൺക്ലൂഷൻ പറയുമ്പോൾ, ലിറ്റിൽ തിങ്സ് ഡൺ വിത്ത് ഇൻസിൻസിയറിറ്റി ടുഡേ ബിൽഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പം ഇന്ന് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് നാളെയെ എന്താക്കുന്നത്? ഒരു ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നത് എന്നാണ് ഈ ഒരു കൺക്ലൂഷനിൽ കൂടെ പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ. യു ആർ കലാം, റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ശങ്കർ ടെല്ലിംഗ് ഹിം അബൌട്ട് ഹൗ യു ഹെൽപ്ഡ് യുവർ കസിൻ സംശുദ്ദീൻ ഇൻ ഹിസ് ന്യൂസ് പേപ്പർ ഏജൻസി ഡ്യൂറിംഗ് വേൾഡ് വാർ സെക്കൻഡ്. അപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങളാണ് കലാം എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ എങ്ങനെയാണ് സംശുദ്ദീനെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞൊരു ലെറ്റർ എഴുതാനാണ്. ന്യൂസ് പേപ്പർ ഏജൻസിയിൽ വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് കത്തിൽ കൂടെ അറിയിക്കാനാണ് പറയുന്നത്. അപ്പോൾ കത്ത് എഴുതുന്നത് രാമേശ്വരം 15 മെയ് 1940. ഡിയർ ശങ്കർ, പ്രിയപ്പെട്ട ശങ്കർ, ഐ ഹോപ്പ് യു ആർ ഫൈൻ. നിനക്ക് സുഖമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ വാണ്ട് ടു ടെൽ യു അബൌട്ട് മൈ വർക്ക് വിത്ത് മൈ കസിൻ സംശുദ്ദീൻ. അപ്പോൾ എൻ്റെ ബന്ധുവായ സംശുദ്ദീനൊപ്പം ഞാൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഡ്യൂറിംഗ് വേൾഡ് വാർ സെക്കൻഡ് ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് അവർ സ്റ്റേഷൻ വാസ് റിമൂവ്ഡ്. അപ്പോൾ 2ാം ലോകമഹായുദ്ധകാലത്ത് ഞങ്ങളുടെ സ്റ്റേഷനിലെ ട്രെയിൻ നിർത്തുന്ന സ്ഥലം എന്ത് ചെയ്തു? ഒഴിവാക്കി. സോ ന്യൂസ് പേപ്പേഴ്സ് വെയർ ത്രോൺ ഫ്രം ദി മൂവിംഗ് ട്രെയിൻ ഇൻ ബണ്ടിൽസ്. അതിനാൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് പത്രക്കെട്ടുകൾ പുറത്തേക്ക് എറിയുമായിരുന്നു. ഐ സ്റ്റാൻഡ് അറ്റ് ദി റൈറ്റ് പ്ലേസ് ഓൺ ദി പ്ലാറ്റ്ഫോം. ഞാൻ പ്ലാറ്റ്ഫോമിലെ ശരിയായ സ്ഥലത്ത് നിൽക്കും. വെൻ ദി ട്രെയിൻ കംസ് ഐ കളക്ട് ദി ബണ്ടിൽസ് ക്വിക്ക്ലി. ട്രെയിൻ വരുമ്പോൾ ഞാൻ പത്രക്കെട്ടുകൾ വേഗത്തിൽ ശേഖരിക്കും. then I divide them and deliver them to all the people in our town. പിന്നീട് അവ വേർതിരിച്ച് ഞങ്ങളുടെ പട്ടണത്തിലെ ആളുകൾക്ക് വിതരണം ചെയ്യും. I do this work every morning before school. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ജോലി ചെയ്യും. I also go for tuition, attend school and help at home. ഞാൻ ട്യൂഷനും പോകും, സ്കൂളിൽ പഠിക്കും, വീട്ടിലും സഹായിക്കും. In the evening I collect the payment from the customers. വൈകുന്നേരം ഞാൻ ഉപഭോക്താക്കളിൽ നിന്ന് എന്ത് ചെയ്യും? പണം ശേഖരിക്കും, കസ്റ്റമേഴ്സിൽ നിന്ന്. ഐ ഫീൽ വെരി ഹാപ്പി ടു ഹെൽപ്പ് മൈ ഫാമിലി ആൻഡ് മൈ കസിൻ. എൻ്റെ കുടുംബത്തെയും ബന്ധുക്കളെയും ഒക്കെ സഹായിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ എം പ്രൗഡ് ദാറ്റ് ഈവൻ സ്മോൾ വർക്ക് ഈസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് യൂസ്ഫുൾ. ചെറിയ ജോലികൾ പോലും പ്രധാനപ്പെട്ടതും പ്രയോജനകരവുമാകുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. യുവർ ലവിങ് ഫ്രണ്ട് കലാം. അതായത് സ്നേഹമുള്ള സുഹൃത്ത് കലാം. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ലെറ്റർ എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു നോട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു തരാം. ഇതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Prepare a notice for the English club of your school announcing a special program to improve the English language skills and confidence of students. Include the date, time, venue, program details and an invitation to all. എന്താണ്? നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിനായി വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ കഴിവുകളും ആത്മവിശ്വാസവും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നതിനായി അതിനെ ബേസ് ചെയ്ത് അത് അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നോട്ടീസിൽ തീയതി, സമയം, വേദി, പരിപാടിയുടെ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുകയും എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണില്ല, നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനേ കാണുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നോട്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോട്ടീസിൻ്റെ ഫോമാറ്റ് നോക്കാം. ആദ്യം നിങ്ങൾ നോട്ടീസ് എന്ന ഹെഡിങ് കൊടുക്കണം, പിന്നെ ഇംഗ്ലീഷ് ക്ലബ്ബ്, പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്. സ്കൂളിൻ്റെ പേര് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ABCD സ്കൂളിനോ സൺഫ്ലവർ സ്കൂളിനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. then speak, share, shine അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാവുന്നതും
ആണ്. അതായത് സംസാരിക്കൂ, പങ്കുവയ്ക്കൂ, തിളങ്ങൂ. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി നിങ്ങൾക്ക് കാര്യം എന്താണ്, എന്തിൻ്റെ ഒരു മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആണെന്നുള്ളത് നമുക്ക് എഴുതാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് സൺഫ്ലവർ സ്കൂൾ ഇസ് ഹാപ്പി ടു അനൗൺസ് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഇംപ്രൂവ് ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ബിൽഡ് കോൺഫിഡൻസ്. എന്താണ്? സൺഫ്ലവർ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ് ഭാഷാ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമായിട്ടൊരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നു. The event will include fun activities like elocution, storytelling, group discussions and short drama. അപ്പോൾ പ്രസംഗം, കഥ പറച്ചിൽ, ഗ്രൂപ്പ് ചർച്ച, പിന്നെ ഹ്രസ്വനാടകം തുടങ്ങിയ രസകരമായ പരിപാടികൾ ഇതിൽ ഉൾപ്പെടുന്നു. Come and be part of this enriching and enjoyable learning experience. അപ്പം ഈ വിജ്ഞാനപ്രദവും ആസ്വാദ്യകരവുമായിട്ടുള്ള പഠന അനുഭവത്തിൻ്റെ ഭാഗമാകാൻ എല്ലാവരും വരിക എന്ന് ആദ്യം നമ്മൾ പറയുന്നു. പിന്നെ നിങ്ങൾ ഇതുപോലെ 3 കോളത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഡേറ്റും ടൈമും വെന്യൂവും വെക്കാം. ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് പരിപാടി നടക്കുന്നത്, 24 May 2025 അല്ലെങ്കിൽ 26 ഏതെങ്കിലും ഒരു ഇയർ വെക്കുന്നു. പിന്നെ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ, മൺഡേ എന്ത് വേണം വെക്കാം. പിന്നെ ടൈം വെക്കുന്നു, 10 AM to 12:30 PM വെക്കുന്നു. പിന്നെ വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം, സൺഫ്ലവർ സ്കൂൾ എന്ന് വെക്കാം. പിന്നെ പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് വെൽക്കം അഡ്രസ്, എലക്യൂഷൻ കോമ്പറ്റീഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഷോർട്ട് ഡ്രാമ, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വോട്ട് ഓഫ് താങ്ക്സ്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയർ ബൈ സ്കൂൾ കൊയർ, അങ്ങനെ താഴോട്ടായിട്ട് പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതി പോകാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതിയാവും. ലാസ്റ്റ് നിങ്ങൾക്ക് ഓൾ ആർ വെൽക്കം, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അത് റൈറ്റ് സൈഡിൽ കണ്ടല്ലോ, അത് വേണമെങ്കിൽ താഴെ ബോക്സിൽ വരയ്ക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒരു റിവിഷൻ. ഇനി സെക്കൻഡ് യൂണിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്താം. അപ്പം നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്.